ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞങ്ങൾ ഇന്നലെ പൂരത്തിന് പോയിരിക്കുകയായിരുന്നു. ആയിരങ്കണ്ണി ഉത്സവത്തിന് ഞങ്ങൾക്ക് ക്ഷണം ഉണ്ടായിരുന്നു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക്, ഏതുകൊണ്ട് ഫ്രണ്ടിൻ്റെ വീട്ടിൽ. അപ്പോൾ അവിടെ പോയി പൂരം കാണാൻ പോയി. പക്ഷെ പൂരത്തിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടാ. അത് എടുക്കാൻ പറ്റിയില്ല. എന്തെന്ന കാരണം എന്നറിയില്ല, എന്തോ കാരണം കൊണ്ട് എടുക്കാൻ പറ്റിയില്ല. ആ കാരണം ഇന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. ഇന്നലെ ആയിരുന്നു പൂരം, ഇന്നൊന്ന് വീഡിയോ എടുക്കണം. ഇന്ന് അവരെ കായലിലും പുഴയും കായലൊക്കെ കാണാൻ ഇറങ്ങി. കുറച്ച് മീനൊക്കെ പിടിക്കണം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ രാവിലെ തന്നെ ഇറങ്ങി. അപ്പോൾ ഞങ്ങൾ കായലിൻ്റെ അവിടേക്ക് വന്നിരിക്കട്ടാ. അപ്പോൾ ബൈജു ചേട്ടൻ്റെ വീട്ടിൽ വന്നിരിക്കണം. ബൈജു എന്ന് പറഞ്ഞ ചേട്ടൻ്റെ പേര്, കൂട്ടുകാരൻ്റെ പേര്. അപ്പോൾ അവിടെ വന്നിരിക്കുക. അപ്പോൾ അവർ കായലിൻ്റെ അവിടേക്ക് പോയി. അപ്പോൾ അവിടെ ഒരു വഞ്ചി എടുക്കുന്നുണ്ട്. ആ വഞ്ചി ആ ചേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ വഞ്ചിയാണ്. അപ്പോൾ ആളുടെ വഞ്ചി ചേട്ടൻ എടുക്കാറുണ്ട്, ഇതിൻ്റെ കൂട്ടുകാരൻ എടുക്കാറുണ്ട്. അപ്പോൾ ഞങ്ങൾ അപ്പോൾ ധൈര്യം ഇത് വഞ്ചിയിൽ കയറിയിരുന്ന് തുടങ്ങി. ഞാനും ഇരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വഞ്ചിയിലിരുന്ന് വഞ്ചിയിലിരിക്കുക. അപ്പോൾ പിള്ളേർ വന്നിട്ടുണ്ട്. വൈച്ചാണ്ട മക്കൾ, ഒരാൾ വൈച്ചാണ്ട മോളെ മൂത്തത്, മറ്റാളും വൈച്ചാണ്ട പെങ്ങളെ കുട്ടിയാണ്. വൈച്ചാണ്ട അവിടെ നിൽക്കുന്നുണ്ട്. അവർക്ക് നാണയം വീഡിയോ എടുക്കുന്നുണ്ടപ്പോൾ. വീഡിയോ എടുക്കാന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര നാണം വന്നത്. പെങ്ങളെ കുട്ടി വൈച്ചാണ്ട പെങ്ങളെ മോളെ തട്ടത്. അങ്ങനെ ഞങ്ങളവിടെ ഭാഗമൊക്കെ കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ, നല്ല സ്ഥലം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് വൈച്ചേട്ടൻ, അത് വൈച്ചാണ്ട് വീടിൻ്റെ അടുത്തുള്ള ഒരു അങ്കിള്, ഒരു ചാച്ചൻ അവിടെ ഇറങ്ങി വരുന്നുണ്ട്. അവരുടെ വഞ്ചിക്ക് ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു ആ ഭാഗത്ത്. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ചേട്ടൻ വഞ്ചി എടുത്ത് തുഴഞ്ഞു തുടങ്ങി. ഞങ്ങളിത് ആ ഭാഗമൊക്കെ കാണാൻ ഇറങ്ങിക്കേട്ടാ. അതിന് മുന്നേ അവർ വഞ്ചി ഇറക്കി അച്ഛനും മോളും കൂടി വല ഇടാൻ പോയിട്ടുണ്ടായിരുന്നു, മീൻ പിടിക്കാനായിട്ട്. അതിന് പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളെ കൊണ്ട് വന്നത് വഞ്ചി എടുത്തിട്ട്. ചേട്ടൻ അതിനിടയിൽ ഭയങ്കര കോമഡിയും ചിരിപ്പിക്കലും കുറേ കോമഡികളൊക്കെ പറയുന്നുണ്ടായിരുന്നു. ആൾ വായ തുറന്ന കോമഡിയാണ്. എന്ത് പറഞ്ഞാലും ഞാനെന്ന് വെച്ചാൽ എനിക്ക് ഇത്തിരി കിട്ടിയാൽ മതി, പിന്നെ ഞാൻ ചിരിച്ചു തുടങ്ങും. ഇങ്ങനെ എൻ്റെ കാര്യം. പിന്നെ പുഴയിലെ കാര്യങ്ങളും അവരുടെ പണ്ടത്തെ കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ പറഞ്ഞു തരും മൂപ്പര്. നല്ല സ്നേഹമുള്ള ആൾക്കാരാട്ടോ അവരൊക്കെ, നല്ല ഫാമിലിയാണ്. അങ്ങനെ ചേട്ടന് 2 പെൺകുട്ടികളാണ്. വൈഫ് 2 പെൺകുട്ടികൾ. വൈഫ് ഹൗസ് വൈഫാണ്. നല്ലതായി പാചകം ചെയ്യും. ഞണ്ട് റോസ്റ്റൊക്കെ ഉണ്ടാക്കണത് എന്ത് ടേസ്റ്റാണെന്നറിയോ, ഭയങ്കര ഇഷ്ടമാണ് ചേച്ചിയുടെ ഞണ്ട് റോസ്റ്റ് കഴിക്കാൻ. ചേച്ചി നന്നായി കുക്ക് ചെയ്യുന്ന ആളാണ്. ചേച്ചിയുടെ പേര് സുന്ദരിന്ന്. 2 പെൺകുട്ടികളാണ്. ഒരാളുടെ പേര് നന്ദു, ഒരാളുടെ പേര് പവി. മൂത്താള് പവി, ഇളയാള് നന്ദു. അങ്ങനെ ഞങ്ങളിത് ഈ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങിയതാ. ചേട്ടൻ തുഴയുന്നുണ്ട്, രതു ഇരിക്കുന്നുണ്ട് ഫ്രണ്ടിൽ, ഞാനെടുത്തിരിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ എന്ത് രസമാണെന്നറിയോ ആ ഭാഗം കാണാൻ. എനിക്ക് പറഞ്ഞാലും തീരാൻ പറ്റില്ല. അവിടുത്തെ ആ ഭംഗിയുടെ കാര്യം, പച്ചപ്പും കുറേ കിളികളുടെയും പക്ഷികളുടെയും കാലത്ത് തന്നെ രാവിലത്തെ ആ ഒരു ഐറ്റങ്ങളെ കരച്ചിലും. മയിൽ കുറേ ഉണ്ട്, ഇഷ്ടം പോലെ മയിലുണ്ട് കേട്ടോ. ആണുണ്ട് പെണ്ണുണ്ട് കുട്ടികളുണ്ട്. ഐറ്റങ്ങളെ രാവിലെ ഐറ്റങ്ങളെ കരച്ചിൽ കേട്ടിട്ടാ എനിക്ക് തന്നെ എന്തോരം. ആ ചേട്ടൻ്റെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്നു പറയാം, മുറ്റത്ത് വന്ന് അവർ നെല്ലൊക്കെ ഇട്ട് കൊടുക്കും. നെല്ലല്ല, ഗോതമ്പൊക്കെ ഇട്ട് കൊടുക്കും എന്ന് പറയുന്നുണ്ട്. എന്ന് വരെയൊന്നും കണ്ടില്ല എന്ന് പറഞ്ഞു, വന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞങ്ങൾ വന്ന ഞാൻ വരാനതെന്ന് കളി. അപ്പോൾ ആളെന്തൊക്കെയോ കോമഡികളൊക്കെ ഇരുന്ന് പറയുന്നുണ്ട്. പിന്നെ അവിടുത്തെ പുഴയിലെ വിശേഷങ്ങളും പണ്ടത്തെ കഥകളും കുറേ കഥകളൊക്കെ പറഞ്ഞു തന്നു. ഇങ്ങനെ അവർക്ക് ഇതാട്ടാ പണി, മീൻ പിടുത്തം. വഞ്ചി ഉണ്ടല്ലോ അവർക്ക് സ്വന്തമായിട്ട്. അപ്പോൾ പിന്നെ മീൻ പിടിക്കാം. പിന്നെ നന്നായി മീനും കിട്ടുന്നുണ്ട്, ഞണ്ട് കിട്ടുന്നുണ്ട്, കരിമീൻ കിട്ടുന്നുണ്ട്. പിന്നെ എന്താ കല്ലുമ്മക്കായ സീസണായ അതുണ്ടാവും. കുഴപ്പമില്ല, നന്നായി മീൻ. അവർ വീട്ടിൽ പോയ മിക്ക ദിവസവും ഞണ്ട് കറിയായി. ഞങ്ങൾ ഇപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യം പോകണം. 3 പ്രാവശ്യം പോയിട്ടും ഞണ്ട് കറി ഇനി ഞണ്ട് നന്നായി കിട്ടും അവർക്ക്. അച്ഛനും മക്കളൊക്കെ കൂടി വൈകുന്നേരം ഇറങ്ങും ചൂണ്ടാനൊക്കെ ആയിട്ട്. നല്ല രസമാണ് അവിടെ, നല്ല കളിയും ചിരിയൊക്കെ ആയിട്ട് നേരം പോണതറിയില്ല. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നടന്നു. ഇങ്ങനെ ചേട്ടൻ കണ്ട അവിടുത്തെ കഥകൾ പറഞ്ഞത്, അവിടെ അങ്ങനെ ഉണ്ടായിരുന്നു, ഇവിടെ ഇങ്ങനെയായിരുന്നു. അങ്ങനെ പണ്ടത്തെ ഒക്കെ ഇപ്പോഴും
പണ്ടത്തേക്കാളും മാറ്റമുണ്ടല്ലോ ഇപ്പോൾ. പണ്ട് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു എന്നൊക്കെ പറയായിരുന്നു. കുറേ രസങ്ങളും കാര്യം. പിന്നെ അവരെ ഒരേ കൂട്ടുകാരായിട്ടുള്ള പണ്ടത്തെ കളികളും ഇവിടെ നീന്താൻ വന്നതും അങ്ങനത്തെ കഥകളൊക്കെ പറഞ്ഞു തന്നു. അങ്ങനെ അതൊക്കെ കേട്ട് ഞങ്ങളിങ്ങനെ വഞ്ചിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഏതേ വെള്ളത്തിൽ കളിക്കുന്നു. മൂപ്പര് വഞ്ചി കയറിയപ്പോൾ തുടങ്ങിയത് വെള്ളം എടുത്ത് എറിഞ്ഞ് എൻ്റെ മേത്തേക്ക് എറിയാട്ടാ. അങ്ങനെ ദേ കണ്ട വല വീശിയിരിക്കുന്നു. വലയിട്ടിട്ടുണ്ട് അവർ മീൻ പിടിക്കാൻ. അവരച്ഛനും മോളും കൂടി അപ്പോൾ ആദ്യം ഇറങ്ങി വല ഇടാനായിട്ട്. അങ്ങനെ അവരിതിട്ട് അതിന് ശേഷം ഞങ്ങളെ കൊണ്ടുപോയതിട്ടാ. അങ്ങനെ ഞങ്ങൾ ദേ അവിടെ കണ്ട പച്ചപ്പ് കണ്ട ഇത് രസമാണെന്നറിയാം. പാകം കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല പച്ചപ്പ് മാത്രമല്ല, നല്ലൊരു പ്രത്യേകത, ഒരു മനസ്സിനൊരു സന്തോഷമൊക്കെ ഉണ്ടാവും അതിൻ്റെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ. ഇതിനൊരു കോൾ വന്നു, കോൾ അറ്റൻഡ് ചെയ്യുക. ഞാനതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. അവിടുത്തെ കിളികളുടെ ഒരേ സൗണ്ടുകളൊക്കെ അതൊക്കെ ഇങ്ങനെ കേട്ട് നല്ലൊരു എന്താ പറയുക, പറയാൻ അറിയിക്കാൻ പറ്റാത്തൊരു വൈബ് ഉണ്ടായിരുന്നു. ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ സ്ഥലം. അങ്ങനെ ഞങ്ങൾ ഇതിന് കോൾ വന്നിട്ട് ഇതുവരെ കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇതിന് 2-3 കോളുകൾ വന്നതിൻ്റെ ഇടയിൽ ഓട്ടം വിളിക്കാനായിട്ട് ഞങ്ങൾ പക്ഷെ അവിടെ ഇല്ലല്ലോ. അപ്പം അതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങളിങ്ങനെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കണ്ട. അതിൻ്റെ മേലെ അവിടെ ഒരു തെങ്ങുമ്മൽ മറ്റേ ഇതില്ലേ നമ്മുടെ എന്താ പറയുക, കൃഷ്ണപ്പരുന്ത, അങ്ങനെ എന്താ പേരായിട്ട് കൃഷ്ണപ്പരുന്ത് തന്നെയാണെന്ന് പറഞ്ഞത്. അതുണ്ടായിരുന്നു. പക്ഷേ ഞാൻ കിട്ടിയില്ല, ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. അപ്പോഴേക്കത് പറന്നുപോയി. അതിനെയൊക്കെ നോക്കി ഇങ്ങനെ വരെയിരുന്നു കേട്ടാ. പച്ചപ്പ് കണ്ട എന്ത് രസമല്ലേ. ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നില്ലേ, ഇന്ന് കാണണമെന്ന് തോന്നണില്ലേ? നല്ല ഭംഗിയാ, ഒരു പ്രത്യേക അന്തരീക്ഷവും നല്ലൊരു തണുപ്പ്. ഈ ചൂടുള്ള സമയത്തൊക്കെ അവിടെ ചെന്നിരിക്കും എന്ത് സുഖമാണെന്നറിയോ. നല്ലൊരു കാറ്റും എല്ലാതുണ്ട്. അതിൻ്റെ ഇടയിൽ ചേട്ടൻ എന്നോട് ഓരോന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അവിടുത്തെ കഥകളൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. ചേട്ടൻ ഭയങ്കര വിറ്റേട്ടാ, ഭയങ്കര കോമഡിയാണ്. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ ആ തെറ്റിനെ പറ്റി ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. പിന്നെന്താ, ഇങ്ങനെ ഞങ്ങളത് ഈ വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോകുന്നുണ്ട്. പുഴയും കണ്ട്, കായലും പുഴയും ഒക്കെ ചേർന്ന സ്ഥലമാണ്. ഈ ഇതിൻ്റെ ഈ കായലിൻ്റെ അറ്റത്തൊരു 2 റിസോർട്ട് ഉണ്ടെന്നുണ്ട്. റിസോർട്ട് പറഞ്ഞതിൻ്റെ അപ്പുറത്തിന് പുഴ. നല്ല രസമുണ്ട് കേട്ടോ. എന്ത് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയ്ക്കും ഇഷ്ടമായി സ്ഥലം. സാധാരണക്കാർ താമസിക്കുന്ന സ്ഥലം. അത് കാരണം എല്ലാവർക്കും നല്ലൊരു നല്ല ടൗൺ ഏരിയ പോലെയല്ലല്ലോ സാധാരണക്കാരുടെ സ്ഥലമാകുമ്പോൾ. ഒരു പ്രത്യേകതയില്ലേ അവരുടെ കൂട്ടായ്മയും. അവർ വീട്ടിൽ തന്നെ അടങ്ങി ഒതുങ്ങിയിരിക്കാതെ, ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ തന്നെയല്ലേ. നമ്മൾ ഒരു വീട്ടിൽ നിന്ന് മറ്റുള്ളവരുടെ വീട്ടിലേക്ക് പോയില്ല, സംസാരിക്കില്ല, നമ്മളെ കാര്യം മാത്രം അന്വേഷിച്ചിരിക്കുക. അങ്ങനെയല്ല ഇവിടെയൊക്കെ എല്ലായിടത്തും ഇറങ്ങി എല്ലാവരും പരസ്പരം സംസാരിക്കലും ഒരു കൂട്ടായ്മയുണ്ട്. അത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമുണ്ട്. അങ്ങനെ വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് എനിക്കറിയില്ല, ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞെന്നുള്ളൂ. എനിക്കങ്ങനെ ഇഷ്ടം എല്ലാവരോടും സംസാരിക്കാനും എല്ലാവരും കൂടെ ഒരു വലിയൊരു കൂട്ടായ്മയൊക്കെ പോലെ ഇങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സംസാരിച്ചാൽ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മുടെ മനസ്സിന് വലിയൊരു ഭാരമൊക്കെ ഇങ്ങോട്ട് ഇറങ്ങിപ്പോക്കോളും. അവരച്ഛനും മോളും ആദ്യം പോയി വല വീശാൻ പോയതാട്ടോ. അച്ഛനും മോളും കൂടി പോകണുണ്ടോ വല വീശാനായിട്ട്. അവർ വല വീശി വന്നിട്ട് ഞങ്ങൾ കൊണ്ടുപോയത്. ചേട്ടൻ സ്വന്തമായിട്ട് വഞ്ചി ഉണ്ട് കേട്ടോ. അത് പുഴയുടെ അവിടെ കൊണ്ടിട്ടിരിക്കുക, അപ്പുറത്താണ് പുഴയുടെ അവിടെയാണ്. കാണിച്ചു തരാം, ലാസ്റ്റ് കാണിക്കാൻ പറ്റുവാണെങ്കിൽ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവർ വീട്ടിലെത്തി, അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക വീട്ടിലേക്ക്. അത് കഴിഞ്ഞ് വീട്ടിലെത്തി ചേട്ടൻ സൈക്കിൾ എടുത്തിരിക്കുകയായിരുന്നു. അതിലതേ പാലൊക്കെ വെച്ച് കെട്ടിയിട്ടുണ്ട്, മീൻ പിടിച്ചിട്ടുണ്ടെന്നതൊക്കെ. അതേ ഒരു വീടിതാ. അങ്ങനെ ദേ സുന്ദരിച്ച് അവിടെ അടിക്കുന്നുണ്ട്. ആ ചേട്ടൻ്റെ ഭാര്യന് സുന്ദരി എന്ന പേര്. അതേ ഇത് വരുന്നു സുന്ദരിച്ച് ദേ അവിടെ അടിച്ചു വരണം, മുറ്റടിക്കണ്. അളിയന്തേരിക്കണ് ആളുടെ പെങ്ങളെ ഭർത്താവ്. ഞങ്ങളുടെ ദേ ഞണ്ടിനെയൊക്കെ പിടിച്ച് നോക്കിക്കൊണ്ടിരിക്കപ്പം ഇത് ചെരുപ്പിട്ടത് കയറിയതുണ്ട് കാലുമേ പോയി തട്ടാൻ ഭാഗ്യം. ആള് ചെരുപ്പ് മുമ്പ് പിടിച്ചു ഇറുക്കി.
ഇടുന്നില്ല. പിന്നെ ചെരുപ്പ് ഊരിട്ടിട്ട് ഇത് ഓടിപ്പോയി. ഭയങ്കര ഇറുക്കെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഞണ്ട്. വലിയ ഞണ്ടാട്ടാ കണ്ട. അയ്യോ പേടിയാവുന്ന കാണാൻ. എനിക്ക് ഭയങ്കര പേടിയാ ഞണ്ടിനെ. തിന്നാൻ ഇഷ്ടാട്ടാ. കാണുമ്പോൾ ഭയങ്കര പേടിയാ. എല്ലാവരും പറഞ്ഞില്ല ഇങ്ങനെ ഇറുക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ ചേട്ടൻ തന്നെ കുറേ ഇറുക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു കൈമലൊക്കെ. അപ്പോൾ ചേട്ടൻ അതിലത്തെ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞിട്ടേ ഇങ്ങനെ വെള്ളം കളയുമ്പോൾ തന്നെ ഞാൻ ഓടിയേന്ന് അങ്ങനെ ഒന്ന് ചാടി പോകുന്നുണ്ടെങ്കിൽ എൻ്റെ കാലുമ്പോൾ അങ്ങനെ പിടിച്ച പണിയിട്ടു. ഞാൻ വേക്കടിച്ച് പോകണ്ട ബാക്കിലേക്ക്. ഭയങ്കര വെള്ളമൊക്കെ കളഞ്ഞ് അതിൽ ഓടി കളിക്കുന്നുണ്ട്. കണ്ടെന്ന് പിടിച്ചിട്ടുണ്ടെന്നത് വില വീശി തന്നില്ലേ അവരത്. ഞങ്ങൾ പോയി എടുത്ത് ഞങ്ങൾ വരുന്നതിന് മുന്നേ എടുത്ത് കയ്യിൽപ്പതി എത്ര ഞണ്ടുണ്ടായി. പിന്നെ ഒരു കരിമീൻ കിട്ടിയിട്ടാ. അത് കണ്ടില്ലല്ലോ അല്ലേ. കരിമീൻ കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. അത് ഇതിലിട്ടോ എന്നോ അറിയില്ല. അങ്ങനെ നന്നായി ഞണ്ട് കിട്ടിയിട്ടുണ്ട്. ഒരു കരിമീൻ ഉണ്ടായിരുന്നു പിടിച്ചതിൽ. അങ്ങനെ അങ്ങനെ ഞണ്ടുകൾ ഓടിയെടുക്കുന്നുണ്ടോ. അതിൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ ഒരു ഇറുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ നല്ല സുഖം ഉണ്ടാവും. ഇത് മഡ്ഡെന്ന എന്തൊരു പേര് പറഞ്ഞു ഈ ഞണ്ടിനെ. ഇതൊരു പച്ചക്കളറാ. അതിന് നല്ല വിലയാന്നാ ഈ പറയണവർ. നല്ല വില കിട്ടുന്നത് ഇതിൻ്റെ വലുതിന്. ഇതിൻ്റെ കുട്ടീനെ കിട്ടിയ കേട്ടോ. വലുതിനല്ല കിട്ടിയത്, കുട്ടീനെ കിട്ടിയത്. വലുതിന് കിട്ടിയില്ല കേട്ടോ. അതിന് ഭയങ്കര വില. ഇതിന് മാറ്റിയിടുന്നുണ്ട് മൂപ്പര്. വേറൊരു ഇട്ട് വെച്ചു. ഇത് ആകെ കുടുങ്ങിയിട്ടേ കിട്ടാൻ ഭയങ്കര. പിന്നെ പിടിച്ച് ഇറുക്കണ കാരണം സൂക്ഷിച്ചിട്ട് വേണ്ടിയിട്ട് ഇങ്ങോട്ട് എടുക്കാനായിട്ട്. ആൾക്കൊരു നേക്കുണ്ട്, അതിനനുസരിച്ച് ആൾ എടുക്കുള്ളൂ. ആൾക്ക് പേടിയൊന്നുമില്ല. അവർക്കിത് കണ്ട് മടുത്തതല്ലേ. നമുക്കൊക്കെ ഭയങ്കര പേടിയാ. നമുക്കെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയാ കേട്ടോ. ഇതിന് ഭയങ്കര പേടിയാ. ഞങ്ങൾ പിന്നെ കൊച്ചു വർത്താനൊക്കെ പറഞ്ഞു ഞാൻ ചെറുതും കൂടി അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ അങ്ങനെ നടക്കുന്നുണ്ട്. ആള് പങ്കായൊക്കെ പിടിച്ച് നടക്കുക വലിയ കാര്യത്തിൽ. മൂപ്പരിന് തുഴഞ്ഞ പോലെ മൂപ്പര് പങ്കായൊക്കെ പിടിച്ച് നടക്കുന്നുണ്ട്. ഇങ്ങനെ നീ കണ്ട പോകുന്നുണ്ട്. എന്താണ് പങ്കായം പിടിച്ച് പോവുക മൂപ്പര്. അങ്ങനെ അവിടെ പോയി നല്ല രസമായിരുന്നു. നല്ല സ്ഥലങ്ങളൊക്കെ കണ്ടു. അങ്ങനെ വീട്ടിൽ വന്ന് ദേ ചായ കുടിക്കായിരിക്കും. ഞങ്ങൾ കാലത്ത് 8:30-9 മണി അങ്ങോട്ടായിപ്പോൾ പോയതാ. 10 മണി ഇങ്ങോട്ട് തിരിച്ചു വന്നപ്പോൾ. അപ്പോൾ ഇനി സുന്ദരിച്ചി ചായയും ഗോതമ്പ് പുട്ടും പൊറോട്ടയും ഞണ്ട് കറിയും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്നിട്ട് അത് കഴിക്കാനിരിക്കും. അപ്പോൾ ഞങ്ങൾക്കെന്ന് വെച്ചാൽ എനിക്ക് താഴെ ഇരിക്കാൻ പറ്റില്ല. എൻ്റെ കാലുമുട്ട് വേദന. എനിക്ക് താഴെ തീരെ ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ആ കട്ടിലുമേലിരിക്കും. ബാക്കി എല്ലാവരും താഴത്തെ തറയിൽ ഇരുന്നിട്ട് കഴിക്കുക. അവരെല്ലാവരും വന്നു കഴിഞ്ഞാൽ അങ്ങനെയാണ്. എല്ലാവരും താഴെ ഇരുന്നിട്ട് കഴിക്കുള്ളൂ. അത് നല്ല രസമല്ലേ. എല്ലാവരും കൂടി ഇങ്ങനെ ഇരുന്ന് വട്ടമിട്ടിരുന്ന് കഥകളൊക്കെ പറഞ്ഞ് ഒരേ കോമഡിയൊക്കെ പറഞ്ഞ് ചിരിച്ചും കളിച്ചിരുന്നിട്ട് കഴിക്കുക. ഉണ്ണി എൻ്റെ ഇടയിൽ എന്നെ എന്ത് പറഞ്ഞ് കളിയാക്കുന്നുണ്ട് കേട്ടോ. അവനെപ്പോഴും എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കും. പാത്തു അങ്ങോട്ട് പോയി. അളിയൻ വന്നു. ചായ കുടിക്കാൻ അളിയനെത്തി. പെങ്ങളുടെ ഭർത്താവ് വഹിച്ചാണ്ട് പെങ്ങളുടെ ഭർത്താവാണത്. ആൾ വന്നിരുന്നു. എല്ലാവരും ഇങ്ങനെ ചമ്മണം വേണ്ടിയിട്ട്. പക്ഷെ എനിക്കിങ്ങനെ ഇരിക്കാൻ പറ്റില്ല. എനിക്ക് ഇവർ ഇരിക്കുന്ന കാണുമ്പോൾ കൊതിയാവും. ഞാൻ എന്ന് ഇരിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എനിക്ക് ഭയങ്കര വിഷമം. എനിക്ക് തീരെ ഇരിക്കാൻ പറ്റില്ല. എൻ്റെ കാല് ഭയങ്കര വേദനയാണ്. സഹിക്കാൻ പറ്റാത്ത വേദന. നീരുണ്ട് കാലുമ്മൽ മുട്ടിൻ്റെ മേലെ. അത് ഈ നന്ദു അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. ചേട്ടൻ്റെ ഇളയാള് ചായക്ക് ഗ്ലാസ് കൊണ്ടുവയ്ക്കുക. ചായയിലട്ട അവർ കാപ്പിയുടെ ആൾക്കാരെ കാപ്പി കുടിക്കണം. അപ്പോൾ അങ്ങനെ സുന്ദരിച്ച് വിളമ്പൽ തുടങ്ങി. അതിൻ്റെ ഇടയിൽ പവി വന്നു. പൈച്ചാണ്ട് മൂത്ത ആളുണ്ടത്. ആൾ വന്ന് എത്തിച്ചേക്ക് പോയി. ആൾ വിളമ്പലേരിയ. വിളമ്പാൻ ഭയങ്കര ഇഷ്ടമാണ്. മൂപ്പരാണ് വിളമ്പും. അമ്മയും മൂപ്പരും സുന്ദരിച്ചിയും പവീനെ വിളമ്പണ ആള്. ഏത് പെങ്ങളാണ് വരെ പെങ്ങള് പൈച്ചാണ്ട് പെങ്ങളാണ് നിന്നിരുന്നത്. ഉണ്ണിയുടെ ഇടയിൽ എന്നെ എന്തൊക്കെയോ പറഞ്ഞു വരുന്നുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും കൂടി ചായ കുടിക്കാൻ എല്ലാവരെയും വിളിച്ച് ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കണുള്ളൂ ചായ കുടിക്കാൻ. ഇനിയുണ്ട് ആൾക്കാർ. വൈച്ചേട്ടൻ വന്നിട്ടില്ല. പിന്നെ സുന്ദരി ചിരിക്കണം. ഏതും ഞാൻ കട്ടിലുമിരുന്നു. ദൈവം വൈച്ചേട്ടൻ വന്നു. ഞങ്ങളെല്ലാവരും കൂടി ഇനി ഒരു ചായ കൂടി കഴിഞ്ഞ് പിരിയും. പിന്നെ ഞങ്ങൾ കുളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ഉച്ചക്കലത്തെ ഞാൻ എടുക്കണില്ല. എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എനിക്ക് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറക്കരുത് കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് പറയാം. ഞാൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് പറയാം.
അതൊക്കെ പറഞ്ഞാലല്ലേ എനിക്കറിയാൻ പറ്റുള്ളൂ. എന്നാലേ എനിക്ക് വീണ്ടും അത് നന്നാക്കാൻ പറ്റുള്ളൂ. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ, കമൻറ്റ് പറയണേ. പിന്നെ ഞങ്ങളെ ഈ ഫാമിലി ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ.